കുട്ടീസിനൊക്കെ സ്കൂൾ അടിച്ചിരിക്കുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് കണ്ടാലോ? അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്ഥലം വരുന്നത് നമ്മുടെ അടിമാലിക്ക് അടുത്തുള്ള എക്കോ പാർക്ക് ആണ് കേട്ടോ. അപ്പൊ എക്കോ പാർക്കിലോട്ടുള്ള പാസ് എന്ന് പറഞ്ഞാൽ 350 രൂപയാണ്. അന്നേരം അവർ നമുക്ക് കയ്യിൽ ബാൻഡ് കിട്ടി തരും. ഈ ബാൻഡ് കിട്ടിയിട്ടാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ചെല്ലുമ്പോൾ നമുക്ക് താണ്ടി ആ ഉണ്ടക്കണ്ണനെയും പിന്നെ താണ്ടി നമുക്ക് മീനുകളെയും കാണാൻ പറ്റും. നമ്മുടെ കുട്ടികളൊക്കെ അക്വേറിയത്തിലെ മീനുകളൊക്കെ കണ്ടല്ലേ എന്ന് വളരുന്നത്. ഇനി തൊട്ടും നല്ലവിടെയൊക്കെ വളരട്ടെ. ഇവിടെ നമുക്ക് തീറ്റ കിട്ടും. നമുക്ക് ആ തീറ്റ ഇവർക്ക് കയ്യിൽ വെച്ച് തന്നെ കൊടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ മേടിച്ച് കഴിച്ചോളും. പിന്നെ നമ്മൾ നേരെ പോയി താണ്ടി ഈ പക്ഷിക്കൂട്ടങ്ങളുടെ അടുത്തേക്കാണ് കേട്ടോ. നമ്മളീ കാണിക്കുന്ന കാഴ്ചകളെല്ലാം നമ്മളീ കൊടുക്കുന്ന എൻട്രി ഫീ 350 രൂപയിൽ ഉൾപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും 350 രൂപ ലാഭമാണോ നഷ്ടമാണോ. എന്തായാലും ഞങ്ങൾക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഫാമിലി ആയിട്ട് ഞങ്ങൾ പോയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എൻജോയ്മെന്റ് തന്നെയായിരുന്നു. പക്ഷികൾ നിത്യവസ്ഥാണെങ്കിലും പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന പക്ഷികളൊക്കെയാണല്ലോ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്ന പക്ഷികളൊന്നും കണ്ടിട്ടില്ലല്ലോ. പക്ഷികൾ മാത്രമല്ലേ ഇവിടെ കുറെ പാമ്പുകളും ഉണ്ടെന്നേ. അവറ്റകളെ നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുത്ത് പിടിക്കാം. പക്ഷെ പേടി ഉണ്ടാവരുത്, താല്പര്യം ഉണ്ടാവണമെന്ന് മാത്രം. എനിക്ക് രണ്ട് സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താണല്ലോ അതിന്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നില്ല. മമ്മിയായിട്ടും ബാക്കി എല്ലാവരും കയ്യിലൊക്കെ എടുത്ത് വെക്കി. എന്റെ അനിയത്തി പിന്നെ പണ്ടേ പാമ്പിനെ പേടിയായതുകൊണ്ട് അവളെ പരിസരത്തേക്ക് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവറ്റുകൾ വിഷയില്ലാത്തതായതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാണ്ട് എടുക്കാന്നൊക്കെയാണ് പറയണേ. പക്ഷെ അതിന്റെ ഒരു വഴി സംഭവങ്ങളൊക്കെ അതിന്റെ ആർക്കും എടുക്കാൻ പ്രത്യേകിച്ച് തോന്നില്ലായിരിക്കുമല്ലോ. എന്നാലും ധൈര്യമുള്ളവർക്ക് എടുക്കാം. അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ കുറെ പക്ഷികൾ ഉണ്ടായിരുന്നു. പക്ഷികൾ മീൻസ് പലതരം നമ്മൾ ആദ്യം കണ്ട കൂട്ടല്ലാണ്ട് പലതരം പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കിട്ടില്ല സ്ഥലമാണ്. കാരണം നല്ല വെട്ടം വെളിച്ചമൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ നല്ല പച്ചപ്പും ഹരിതാപ്പൊക്കെ ആയതുകൊണ്ടും കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഫംഗ്ഷന് പോയതായിരുന്നു. അപ്പൊ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന ഒറ്റ ചോദ്യത്തിൽ നിന്നുമാണ് നമ്മൾ അതിന്റെ നേരെ ഇങ്ങോട്ട് വന്നത്. എന്താണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ താണ്ടി ഒട്ടകപ്പക്ഷി കണ്ടിട്ട് താണ്ട ഈ കുണുങ്ങി നടന്നു പോകുന്നത്. ഇവറ്റകളുടെ മുട്ട കാണണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ലായിരുന്നു. പിന്നെ പലതരം സാധനങ്ങൾ മറ്റു സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കുറുക്കനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറുക്കനൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും കുഞ്ഞു കുറുക്കനാണ്, ഏറ്റവും വില കൂടിയ കുറുക്കനാണെന്നൊക്കെ പറഞ്ഞു. ഒളിച്ചിരിക്കുകയായിരുന്നു. മീൻസ് നമുക്ക് വീഡിയോ എടുക്കാൻ പാകത്തിന് അത്ര അടുത്തായിരുന്നില്ല. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് എലികളൊക്കെ ഉണ്ടായിരുന്നു. എലികൾ നമ്മൾ പാമ്പുകൾക്ക് ഭക്ഷണമായിട്ട് എലികളൊക്കെയാണ് കൊടുക്കണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞു കേട്ടത്. പിന്നെ ഇതാണ്ടോ കുറുക്കൻ എന്ന് പറഞ്ഞ ഏറ്റവും വില കൂടി ലോകത്തിലെ ഏറ്റവും വില കൂടി കുറുക്കനാണെന്നാണ് പറയുന്നത്. പക്ഷികളും മൃഗങ്ങളും മാത്രം ചേർന്നാൽ ഒരു എക്കോ പാർക്ക് ആവില്ലെന്നുകൊണ്ടാവാം ഇവിടെ കുറെ ഫലവൃക്ഷ തൈകളൊക്കെ കാച്ച് പൂത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് റെഡ് ലേഡിയാണ്. പിന്നെ ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയത്തില്ല. പേരെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നുപോയി. പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ അത്. പിന്നെ നമുക്ക് അവർ കഴിക്കാൻ അവിടെ നിന്ന് പറിച്ച് തരുകയും ചെയ്തു. പിന്നെ ഓറഞ്ച് ഒക്കെ കൊല കുത്തി ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ പാസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പാർക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ഓപ്പണിംഗ് ഓഫർ എന്നുള്ള രീതിയിലാണ് 350 രൂപ. കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ റേറ്റ് കൂടുന്നതായിരിക്കും. ഏകദേശം ഒരു 650 രൂപയോളം എത്തുന്നതായിരിക്കും എന്നാണ് അവർ പറഞ്ഞ് അറിയാൻ സാധിച്ചത്. പിന്നെ നമുക്ക് ഹോഴ്സ് റൈഡിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അതിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. പിന്നെ കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരു മിനി പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. പലതരം ആക്ടിവിറ്റീസിന് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. എപ്പോഴും പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടീസിന് ഇടയ്ക്കൊക്കെ നമ്മൾ അവധി കിട്ടുമ്പോഴും അവധി ഇല്ലാത്തപ്പോൾ സൺഡേസിലൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമാകുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. കുട്ടികൾക്ക് എന്താണെങ്കിലും ഇഷ്ടമാകും, അത് ഉറപ്പാണ്. ഒരു വഴിയിലൂടെ കയറി പോകുന്ന നമ്മളെ അതേ വഴിയിലൂടെ തന്നെ അവരൊരിക്കലും ഇറക്കി വിടുകയില്ല. തൊട്ടടുത്തുള്ള ഈ ഒരു കടയ്ക്കുള്ളിലൂടെയാണ് അവർ ഇറക്കി വിടുകയുള്ളൂ. കാരണം അവർക്ക് സെയിലാണല്ലോ മുഖ്യം. സാധനങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ പുറത്തേക്കുള്ള വഴിയിലൂടെ ഇറങ്ങി വരാം. എന്താണെങ്കിലും എല്ലാം കാണാനും കേൾക്കാനൊക്കെ നല്ല രസമൊക്കെ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.